നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വൈൻ ബോട്ടിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലും കൂടിയാണ്, പിന്നെ ചെറിയ ബോട്ടിലും കൂടിയാണ്. അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത്. ഇന്നത്തെ പെയിൻറ്റിങ്ങിന് പറ്റിയൊരു ബോട്ടിലാണിത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ കുപ്പി ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ ടേബിൾ മേൽ കളറാവാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും ഓറഞ്ച് ആക്രിലിക് പെയിൻറ്റുമാണ്. വൈറ്റ് കൂടുതലും ഓറഞ്ച് കുറച്ചും എടുത്തു കഴിഞ്ഞ് ഈ ഒരു കളർ മിക്സ് കിട്ടും. ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചോ സ്പോഞ്ച് ഉപയോഗിച്ചോ നമുക്ക് കുപ്പിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് 1-2 കോട്ട്, അതിന് മുകളിലോട്ട് വേണ്ട, അതിന് 2 കോട്ട്, മാക്സിമം 2 കോട്ട് മതിയാകും. അപ്പോൾ അത് ഒരു കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് ചെയ്യാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കോട്ട് അത് മതിയാകും. ഇനി വേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേണ്ടത് ഒരു മാർക്കർ പെർമനൻറ്റ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലവർ എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ, കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ. നമ്മൾ പേപ്പറിലൊക്കെ വെറുതെ ഇങ്ങനെ വരയ്ക്കുന്ന ഫ്ലവർ ആട്ടോ. ഇതേ കണ്ടോ, ഈ ഒരു രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ താഴത്തും അതേ ഒരു ഡിസൈൻ തന്നെ അതിനുള്ളിൽ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ഞാനതൊന്ന് മുകളിലൂടെ ഒന്ന് കട്ടിക്ക് വരച്ചതാണ്. ഇനി രണ്ടാമത് അതിനുള്ളിലൂടെ തന്നെ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കണം. ഇപ്പം 2 പോർഷനായി മാറിയത്. ഇത് നമുക്ക് കുപ്പിയിൽ മൊത്തത്തിൽ വലുതും ചെറുതുമായിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വൈറ്റും മജന്ത കളറും, അത് ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. പിന്നെ വേണ്ടത് ബ്രഷ് 0 സൈസ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉള്ളവർക്ക് അത് മതിയാവും. നന്നായിട്ട് കഴുകിയിട്ട് അടുത്ത കളറ് നന്നായി കഴുകിയിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ തുടച്ചതിന് ശേഷം അടുത്ത കളർ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ വൈറ്റ് കളർ, ഈ പോർഷൻസിനെല്ലാം ഞാൻ വൈറ്റ് കളർ കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇനി നമുക്ക് എല്ലായിടത്തും വൈറ്റ് കൊടുക്കാം. ഇപ്പം മൊത്തത്തിൽ വൈറ്റ് കൊടുത്തു. ഇനി മജന്ത കളർ കൊടുക്കാം. ഇപ്പോൾ ഇതേ 2 പോർഷനും കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. അതിന് ബ്ലാക്ക് കളറാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇവിടെ ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യണേ. ഇതുപോലെ എല്ലാത്തിനും സ്റ്റെം കൊടുക്കാം. ഇപ്പോൾ ഇതേ സ്റ്റെം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയല്ലേ? നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈസിയാണ് ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും ചെറിയ ബോട്ടിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുക, എല്ലാവരും ചെയ്തു നോക്കണം. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.